മാതർമ്മയേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डार्तिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. നിസുംഭന്മാരോടുള്ളതായിട്ടുള്ള ദേവിയുടെ യുദ്ധം ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. തത കാളീ സമുൽപ്പത്യ ഗഗനം ക്ഷ്മാമതാടയൽ. തത കാളി അനന്തരം കാളി സമുൽപ്പത്യ ഗഗനം സമുൽപ്പത്യ ആകാശത്തേക്ക് ഉയർന്നു ചാടിയിട്ട് ആകാശത്തേക്ക് ചാടി എന്നാണ്. ശരീരം മുഴുവനും ഇങ്ങോട്ട് ആകാശത്തേക്ക് പൊക്കി. എന്നിട്ട് ക്ഷ്മാം അതാടയത്, ക്ഷ്മാം ഭൂമിയെ അതാടയത് താടിച്ചു. ആ കയ്യെ പരത്തി ഭൂമിയിലൊന്ന് അടിച്ചു, പ്രഹരിച്ചു എന്നുള്ള തൻ്റെ കൈപ്പത്തി കൊണ്ട് ഭൂമിയിൽ അടിച്ചു. ആകാശത്തേക്ക് ഉയർന്നിട്ട് കൈകൊണ്ട് ഭൂമിയിൽ അടിച്ചു എന്നാണ്. കരാഭ്യാം തന്നിനാദി, കരാഭ്യാം കരങ്ങളെ കൊണ്ട് അതാടയത് എന്ന്. കരാഭ്യാം ഇരുകരങ്ങളെ കൊണ്ടും ആകാശത്തേക്ക് ഉയർന്ന് ഇരുകരങ്ങൾ കൊണ്ടും, കരാഭ്യാം ഇരുകരങ്ങൾ കൊണ്ടും ഭൂമിയെ അടിച്ചു, ഭൂമിയിൽ പ്രഹരിച്ചു എന്നാണ്. തന്നിനാദേന ആ ശബ്ദം കൊണ്ട്, ആ ഭൂമിയിൽ അടിച്ചതായിട്ടുള്ള ശബ്ദം കൊണ്ട് ആകാശത്തേക്ക് ഉയർന്ന് കൈകൊണ്ട് ഭൂമിയിൽ അടിച്ചു എന്ന് പറഞ്ഞു. ആ അടിച്ചുണ്ടായതായിട്ടുള്ള ശബ്ദം കൊണ്ട് പ്രാക്സ്വനാസ്തേ തിരോഹിത, തേ പ്രാക്സ്വനാഹ അതിനു മുമ്പുണ്ടായിരുന്നതായ ആ ശബ്ദങ്ങളെല്ലാം തന്നെ തിരോഹിതങ്ങളായി, അതൊക്കെ അപ്രത്യക്ഷമായി അതിനേക്കാളൊക്കെ മീതെയായിരുന്നു ഈ ശബ്ദം എന്ന്. അതുവരെ സിംഹനാദോ എന്തൊക്കെയാണ് സുംഭൻ ഉണ്ടാക്കിയ ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങളെക്കാളൊക്കെ മീതെ ആയി ദേവിയുടെ ഈ കൈകൊണ്ട് ഭൂമി പ്രഹരിച്ചതായിട്ടുള്ള, കൈകൾ കൊണ്ട് ഭൂമി പ്രഹരിച്ചതായിട്ടുള്ള ശബ്ദം, അതുവരെ ഉണ്ടായതായിട്ടുള്ള ആ ശബ്ദങ്ങളെയെല്ലാം ജയിച്ചു. അതിനേക്കാൾ ഉപരിയായിരുന്നു ദേവിയുടെ പ്രഹരത്തിൻ്റെ ശബ്ദം എന്നാണ്. തിരോഹിതങ്ങളായി മറഞ്ഞു എന്നുള്ളതാണ്. മറഞ്ഞു എന്ന് വെച്ചാൽ ഒന്നും നിഷ്പ്രഭങ്ങളായി, ആ ശബ്ദമൊക്കെ നിഷ്പ്രഭമായി ഈ ശബ്ദം വന്നപ്പോ എന്നർത്ഥം. അഥ അട്ടഹാസമശിവം ശിവദൂതീ ചകാരഃ തൈ ശബ്ദൈരസുരാസ്നേഷു സുംഭകോപം പരം യയൗ. അഥ അനന്തരം അട്ടഹാസം അശിവമായിട്ടുള്ള അഷ്ടഹാസത്തെ, അശിവം എന്ന് വെച്ചാൽ മംഗളകരമല്ലാത്തതായിട്ടുള്ള, ശുഭമല്ലാത്തതായിട്ടുള്ള അട്ടഹാസത്തെ ദേവി ശിവദൂതി ചകാര. ശിവദൂതി അതായത് അംബികയാണല്ലോ നേരിട്ട് യുദ്ധം ചെയ്യണത്. ആ അംബിക അട്ടഹാസം അശിവമായിട്ടുള്ള മംഗളകരമല്ലാത്തതായിട്ടുള്ള ഒരു അട്ടഹാസത്തെ ചെയ്തു. അട്ടഹാസം ചകാര ചെയ്തു അത്രേ. തൈഹി ശബ്ദൈഹി ആ ശബ്ദങ്ങളെ കൊണ്ട്, ആ ശബ്ദങ്ങളെ കൊണ്ട് അസുരാഹ നേഷുഹു അസുരന്മാർ ശക്തരാകാതിരുന്നു. അതായത് അവരവരുടെ സ്ഥാനത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ അശക്തരായിരുന്ന ഈഷുഹു ശക്തരായില്ല. ആ ശബ്ദം സഹിക്കാനായിട്ട് അസുരന്മാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ ദേവിയുടെ അട്ടഹാസം വന്നപ്പോൾ അസുരന്മാരൊക്കെ നിൽക്കക്കള്ളിയില്ലാതെ ഓടിത്തുടങ്ങി എന്ന് സാരം. എന്ന ഈശുഹു ശക്തരായില്ല, അവിടെ നിൽക്കാനായിട്ട്, യുദ്ധത്തിൽ നിൽക്കാനായിട്ട് അസുരന്മാർ ശക്തരായില്ല, എല്ലാവരും ഓടിത്തുടങ്ങി എന്നാണ്. സുംഭ കോപം പരം യയൗ അപ്പോൾ സുംഭന് അത്യധികമായിട്ടുള്ള കോപം ഉണ്ടായി. പരം കോപം യയൗ അത്യധികമായിട്ടുള്ള കോപത്തെ പ്രാപിച്ചു സുംഭൻ എന്നാണ്. സുംഭന് അത്യധികം കോപം ഉണ്ടായി. ദുരാത്മം തിഷ്ഠേതി വ്യാജഹാരാംബിക യഥാ തദാ ജയേത്യഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈ. ദുരാത്മാവേ തിഷ്ഠ നിൽക്കൂ എന്ന് വ്യാജഹാര അംബികായത എപ്പോഴാണോ അംബിക പറഞ്ഞത്, അംബിക വ്യാജഹാര പറഞ്ഞു എന്നുള്ളതാണ്. ആ സമയത്ത് അംബിക തിഷ്ഠ എന്ന് പറഞ്ഞു, ഉറക്കെ നിക്ക് എന്ന് സിംഹനോട് പറഞ്ഞു. അപ്പോൾ തഥാ ജയേത്യഭിഹിതം, അപ്പോൾ ജയ ഇതി അഭിഹിതം, ജയ എന്ന് അഭിഹിതം പറയപ്പെട്ടു.
ദേവൈരാകാശസംസ്ഥിതൈ ആകാശസംസ്ഥിതൈ ദേവൈ ആകാശത്തിൽ നിന്ന് യുദ്ധം കണ്ടുകൊണ്ടിരുന്നതായിട്ടുള്ള ദേവന്മാർ ജയ ജയ എന്ന് ഉറക്കെ പറഞ്ഞു. ദേവന്മാർ ദേവിയുടെ ഈ അട്ടഹാസം കണ്ടപ്പോൾ ദേവന്മാർക്ക് സന്തോഷമായിട്ട് അവര് ജയ ജയ എന്ന് മുകളിൽ നിന്ന് ആകാശത്തു നിന്ന് പറഞ്ഞു എന്നാണ്. ആകാശ സംസ്ഥിതൈ ആകാശത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ദേവന്മാരാൽ ജയ ജയ ഇതി അഭിഹിതം ജയ ജയ എന്ന് പറയപ്പെട്ടു. സുംഭേന ആഗത്യയാ ശക്തി മുക്താ ജ്വാല അതിഭീഷണ ആയാന്തി വന്യകുഞ്ചാഭ സാ നിരസ്താ മഹോത്കയാ. ഇനി സുംഭേന ആ സമയത്ത് സുംഭനാൽ ആഗത്യ വന്നിട്ട് യാ ശക്തി മുക്ക യാതൊരു ശക്തിയാണോ മുക്കയായത് മോചിപ്പിക്കപ്പെട്ടത് ആ സുംഭൻ ആ സമയത്ത് തിരിച്ചു വന്ന് ഒരു ശക്തിയെ ദേവിക്ക് നേരെ എറിഞ്ഞു എന്നാണ്. ആ ദേവിക്ക് നേരെ എറിഞ്ഞതായിട്ടുള്ള ആ മുക്തമായ മോചിപ്പിക്കപ്പെട്ട എറിഞ്ഞതായിട്ടുള്ള ആ ശക്തി ആയാന്തി വന്യകുഞ്ചാഭ വന്യകുഞ്ചം ഒരു അഗ്നി കൂട്ടം സമൂഹം പോലെ അഗ്നി കുഞ്ചം എന്നാണ്. കുഞ്ചം ച സമൂഹമാണ്. അഗ്നിയുടെ സമൂഹം പോലെയുള്ളതായിട്ടുള്ള പോലെ വന്നതായിട്ടുള്ള നേരിട്ട് ദേവിയുടെ നേരെ വന്നതായിട്ടുള്ള ആ ശക്തിയെ സാ നിരസ്ത മഹോത്കയ ദേവി അതിനെ ഉൽക്ക കൊണ്ട് കൊള്ളിമീനിനെ കൊണ്ട് അതിനെ നശിപ്പിച്ചു. ആ ശക്തി ദേവിയുടെ നേരെ വരുന്നതായിട്ടുള്ള ശക്തിയെ ആയാന്തി വരുന്നതായിട്ടുള്ള ആ ശക്തിയെ ദേവി മഹോത്ക കൊണ്ട് നിരസ്തമാക്കി ഇല്ലാതാക്കി. ആ ശക്തിയെ നശിപ്പിച്ചു. ഉൽക്ക കൊണ്ട് കൊള്ളിമീനിനെ കൊണ്ട് ആ ഉൽക്കയെ നശിപ്പിച്ചു എന്നാണ്. സിംഹനാദേന സുംഭസ്യ വ്യാപ്തം ലോകത്രയാന്തരം നിർഘാത നിസ്വനോ ഘോരോ ജിതാസ്തേന അവനീപതേ. സിംഹനാദേന സുംഭസ്യ സിംഹനാദേന പിന്നീട് സുംഭന്റെ സിംഹനാദം കൊണ്ട് സുംഭൻ സിംഹനാദം പുറപ്പെടുവിച്ചു എന്നാണ്. ആ സിംഹനാദം കൊണ്ട് വ്യാപ്തം ലോകത്രയാന്തരം 3 ലോകങ്ങളുടെയും അന്തരം ആ ഇടയിലുള്ളതായിട്ടുള്ള ഭാഗം മുഴുവനും നിറഞ്ഞു. 3 ലോകങ്ങളും നിറഞ്ഞു എന്ന് സാരം. സിംഹനാദം കൊണ്ട് സുംഭന്റെ സിംഹനാദം 3 ലോകങ്ങളിലും നിറഞ്ഞ് എത്തി. അത്രത്തോളം വലിയതായിട്ട് ശബ്ദമായിരുന്നു എന്നാണ്. നിർഘാത നിസ്വനോ ഘോരോ ജിതാസ്തേന അവനീപതേ. ആ ശബ്ദം കൊണ്ട് നിർഘാത നിസ്വന നിർഘാതത്തിൻ്റെ വലിയതായിട്ടുള്ള ഇടിവെട്ട് ആ ഇടിവെട്ടിൻ്റെ ശബ്ദത്തെ പോലും ജയിക്കുന്നതായിരുന്നു ഈ സുംഭന്റെ സിംഹനാദം എന്നാണ്. നിർഘാത നിസ്വന ഘോരമായിട്ടുള്ള നിർഘാത നിസ്വനം പോലും നിർഘാതത്തിൻ്റെ ഇടിവെട്ടിൻ്റെ ശബ്ദം പോലും ജിതാസ്തേന അവനീപതേ തേന ജിതാഹ ഈ സിംഹനാദം കൊണ്ട് ജയിക്കപ്പെട്ടു. അതായത് സുംഭന്റെ സിംഹനാദം വലിയ ഇടിവെട്ടിനെ പോലും ജയിച്ചു എന്നാണ്. അതിനേക്കാൾ ഭീകരമായിരുന്നു ഈ സിംഹനാദം എന്നർത്ഥം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.